ഏതാ എടാ അബാമിന്റെ പടം കഥയൊന്നും അറിയില്ല. ചേച്ചി അവർക്ക് വിളിച്ചു പറഞ്ഞു ഞാനിവിടെ ഭയങ്കര തള്ളൊക്കെ തള്ളിയിട്ടിരിക്കണേ. ഞാൻ കഥ കേട്ട് ത്രില്ലടിച്ചിട്ടാണ് പറഞ്ഞൊക്കെ. ആ പൊളിക്കല്ലേ പ്ലീസ്. ഒന്നും അറിയില്ല. ഷീൽ ചേച്ചിന്റെ അബ്രാഞ്ചാന്റെ പടം പോവാ ചെയ്യാൻ വരിക, അത്രേ ഉള്ളൂ. 4 ദിവസം അഭിനയിച്ചു. ഫുൾ പടത്തിൽ സെക്കൻഡ് ഹാഫ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. അപ്പൊ മനസ്സിലല്ലേ പറഞ്ഞല്ലോ, ഒരു ദിവസം എത്ര മിനിറ്റ് ഫുട്ടേജ് ഷൂട്ട് ചെയ്ത് വേണം. ഏതാ ഞങ്ങളിവിടെ ഇത്ര നേരം നടത്തിയില്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാന്റെ ഒരു പ്രസ് മീറ്റിന്റെ ആ ഒരു വൈബ് ഇവിടെ ഉണ്ടായിരുന്നു. അതിന് പ്രത്യേക വല്ല കോഴ്സ് വർക്ക് കൊടുത്തിരുന്നു. അതായത് പടം ഇറക്കുന്നതിന് മുമ്പ് ഇന്റർവ്യൂവിലെല്ലാം നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. ലെജൻസ് ആണ് ഇരിക്കുന്നത്, ലെജൻസ്. റഹ്മാനിക്ക് കാണുന്ന വരുന്നതായിരുന്നില്ല സെറ്റില്. റഹ്മാനിക്കാൻ അങ്ങനെയായിരുന്നു. ഇവനെ താഴോട്ട് ഇറക്കി 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 ആദ്യം ICC CBSE ആയിരുന്നു. പിന്നെ താഴോട്ട് 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 അങ്ങനെ അടിച്ചില്ലേ ഇവിടെ. ഒന്ന് ഫ്ലോ മൂടായി കഴിഞ്ഞാൽ തുടങ്ങിക്കോളും. വിഷ്ണു മതി മതി, നീ എന്താണ് ആടാ. ഏത് മറ്റേ മോശ സാഹചര്യത്തിലും എങ്ങനെയൊക്കെ അത് തരണം ചെയ്ത് ഒരു സിനിമ ചെയ്യാന്നുള്ളതും, പിന്നെ ഒരു ആ സമയത്തല്ലേ ഇക്കന്റെ കേസ് നടക്കുന്നോ പ്രശ്നങ്ങൾ നടക്കുന്നോ, അതൊന്നും തന്നെ സെറ്റിലോ അല്ലെങ്കിൽ ഒരു രീതിയിലും കാരണം അങ്ങനെ ഒരു സംഭവം വന്നിട്ട് പോലും അത് സിനിമേനെയോ, കാരണം നമുക്ക് പേഴ്സണൽ ലൈഫിൽ പല പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊന്നും സിനിമേനെ ബാധിക്കാൻ പാടില്ല. അപ്പം അങ്ങനെ ആ പ്രശ്നം എന്താ പറയുക മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് നമ്മള് നെക്സ്റ്റ് ഒരു എക്സ്പോഷണൽ ഷൂട്ട് ചെയ്യുന്നത്. ഇന്നും കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളെ എന്താ പറയാ സെറ്റില്, പക്ഷെ നമുക്ക് എന്നെ വിശ്വസിച്ചിട്ടാണ് ഇവരെല്ലാവരും ഡേറ്റ് വന്നിട്ടുള്ളതും പ്രൊഡ്യൂസർ പൈസ ഇറക്കിയിട്ടുള്ളതും. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടേതാക്കി മാത്രം മുന്നോട്ട് പോകാന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ള ജീവിതത്തില്. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങൾക്ക് നടുവില് പക്ക നമ്മള് സെറ്റ് ഹാപ്പി ആക്കി കൊണ്ടുപോയി അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന പടം എന്ന് വെച്ചാൽ കോമഡി പടമാണ്, ഹ്യൂമറാണ്. അപ്പൊ അങ്ങനെ പടം ചെയ്യുമ്പോ ഒരു സൈഡിൽ ഇത്രയും പ്രശ്നങ്ങൾ, മാനസികമായിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഇക്കാതെ നമ്മളെ ആരെയും തന്നെ നമ്മള് ഷൂട്ട് ചെയ്ത് അന്നത്തെ ദിവസം മാർക്കറ്റിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭീകര. ഇത്രയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ട്, അതിലെല്ലാരും ഹീറോസ് ആണ്. എല്ലാരും ഒരു ഫ്രെയിമിനുള്ളിൽ മയക്കി കൊണ്ടുവരുന്ന പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെ. അതിന് ഒരു എന്താ ടാലന്റഡ് ഡയറക്ടറിന് അത് പറ്റൂ അല്ലേ? കൂടെ വർക്ക് ചെയ്യുന്നു ഒരു കോമ്പിനേഷൻ സീൻസിലൊക്കെ കൂടെ വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സ് എത്രത്തോളം ഭംഗിയായിട്ട് ഇറങ്ങിയിരിക്കും, അതോടൊപ്പം നമ്മുടെ പെർഫോമൻസ് അപ്ലിഫ്റ്റ് ചെയ്യും എന്ന തരത്തിലൊക്കെ പറഞ്ഞു. ഇപ്പം ഇവ റഹ്മാൻ സാറാണ് ഭാവൻ ചേട്ടനൊക്കെ ആണെങ്കിലും വേറെ ടെറൈനിൽ നിൽക്കുന്ന ആക്ടേഴ്സ് ആണ്. ഓൾഡ് സ്കൂൾ മുതൽ പറയാനുണ്ടോ ടെറൈനെ പറ്റി? എടാ പക്ഷെ എന്റെ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ കുറച്ച് കാലയളവിലുള്ള എന്റെ എക്സ്പീരിയൻസ് റഹ്മാനിക്കൊക്കെ ഇല്ലല്ലോ. അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞ, നമ്മള് ഓപ്പോസിറ്റ് ഇവരോട് നിൽക്കുന്നത് നമ്മുടെ ഒരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും. കാരണം നമ്മൾ ചെറുപ്പത്തിലൊക്കെ കണ്ട് എന്താ പറയുക നമ്മുടെ മനസ്സിലൊക്കെ തങ്ങി നിന്ന ഒരു മുഖമാണ് റഹ്മാനിക്കയുടെ. ഇന്നത്തെ മറ്റേ എന്താ പറയുക റൊമാൻറ്റിക് ഹീറോ ആണല്ലോ. അപ്പൊ ഇക്കേന്റെ ഓപ്പോസിറ്റ് നമ്മൾ നിൽക്കുന്ന സമയം നമ്മൾ നന്നാക്കണം, അല്ലെങ്കിൽ നമ്മൾ നന്നായി ചെയ്യണം, നമ്മൾ കാരണം ആ സീൻ കൊളാവാൻ പാടില്ല എന്നുള്ള ടെൻഷനായിരുന്നു ഫസ്റ്റ്. എനിക്ക് ഭവനോട് കോമ്പിനേഷൻ ഇല്ല. എനിക്ക് ഇക്കയുടെ കൂടെയും ഇക്കന്റെ ഗ്യാങ് ബാഡ് ബോയ്സിന്റെ കൂടെയാണ് എന്റെ കോമ്പിനേഷൻ മൊത്തം. അപ്പം ബാക്കി വിപിനും മാൻസനൊക്കെ നമുക്ക് നമ്മുടെ സമപ്രായക്കാരാണ്, സെന്തിലായിക്കോട്ടെ. ഇക്കനോട് അതല്ല. അപ്പൊ നമ്മൾ തെറ്റിക്കരുത്, നമ്മളത് കറക്റ്റായിട്ട് കൊണ്ടുപോകണം. പക്ഷെ ഭാഗ്യത്തിന് അന്ന് ഞാൻ വന്ന ദിവസം ഇക്ക കുറെ തവണ തെറ്റിച്ചു. ഒരു വാക്കിൽ ഉടക്കിപ്പോയി, കുന്നംകുളം. ഇക്കൊക്കെ ഒരു വാക്ക് പേരൊക്കെ കിട്ടിയില്ല കറക്റ്റ്. അല്ല ഏതൊരു കുന്നംകുളത്തിന് പകരം എന്തോ ഇക്ക അവിടെ ഉടക്കി കുന്നമംഗലോ. അപ്പൊ എനിക്കൊരു ധൈര്യം വന്നു. അപ്പോ
നമുക്ക് സ്വാഭാവികമായിട്ടും ഇത്തരം നമ്മൾ ഇതുപോലെ ലെജൻസിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി വേറെ തന്നെയാണ്. അപ്പൊ നമ്മള് എന്താ പറയണ്ട, ആ സീൻ എത്രത്തോളം നമ്മള് കാരണം എന്താ പറയണ്ട മോശമാവാൻ പാടില്ല. പിന്നെ ഇവരുടെ ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് ഭീകരമാണല്ലോ. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത് നമ്മുടെ കോമ്പിനേഷൻ സീനൊക്കെ തന്നെ നമ്മൾ ഭയങ്കര ആസ്വദിച്ച് ചെയ്തിട്ടുള്ള ആ സിനിമയിൽ തന്നെയുള്ള ഏറ്റവും രസകരമായ എനിക്ക്. കാരണം ഇവർക്ക് ഒരുപാട് വേറെ കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണൽ നോട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീനുകളും എല്ലാം ഭയങ്കര ഇമ്പാക്റ്റ് ഉള്ള സീനുകളായിരുന്നു. ഞാൻ വന്നു പോയിരുന്ന സീനുകളൊക്കെ ഭയങ്കര ആസ്വദിച്ച് ചെയ്തതാണ്. ഞാൻ രക്ഷി ഷെട്ടി ഫാനാണ്. ആ റെഫറൻസ് വെച്ചിട്ട് ചെയ്തതാണ്. രണ്ടു മൂന്ന് പടം കണ്ടിന്യൂറ്റി ആണ്. അല്ല ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ധ്യാന്റെ അടുത്ത് ചെന്ന വഴിക്കാണ് ഞാൻ പറഞ്ഞിരുന്നു താടി. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് കുഴപ്പമില്ല, എനിക്ക് രക്ഷി ഷെട്ടിയാണ് എന്റെ മനസ്സിൽ. ചേച്ചിയാ ശരിക്കും പവർ ഗ്രൂപ്പ്. ഇവിടെ എത്ര ആർട്ടിസ്റ്റിനെ കൊണ്ട് കിട്ടിയിട്ട് ഇത്രയും ആർട്ടിസ്റ്റുകൾ വേറെ പടോട്ട് അടുത്ത കാലത്ത് 2020 മിനി 2020 അങ്ങനെ നോക്കും അല്ലേ. ഇനി ഇവിടെ വരാത്ത ഒരുപാട് പേരുണ്ട്. അജു, സൈജു ഏട്ടൻ, രമേശ് ഏട്ടൻ. അപ്പൊ ഇതൊരു 2020 എനിക്ക് തോന്നുന്നു ബാബുരാൻ ചേട്ടൻ. ഇത് ആ 2020 ശേഷമുള്ള ഒരു അതർ 2020 ആണ്. അപ്പൊ ഇതിനേക്കാളും വലിയ ഗ്രൂപ്പ് ഒന്നും പറയില്ല എന്നെ സംബന്ധിച്ച്. എന്നോട് ചോദിച്ചാ ഇതാണ് ഏറ്റവും വലിയ പവർ ഗ്രൂപ്പ്. ഇതേ കാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന എണ്ണം നോക്കുമ്പോ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന ഞാനാണ്. അങ്ങനെ നോക്കുമ്പോ ഇപ്പം ബാബുവേട്ടനെ പറ്റി, കാരണം ബാബുവേട്ടനെ പറ്റിയൊക്കെ കുറെ ഇത് വന്നല്ലോ. അപ്പൊ എന്ന് വെച്ചാൽ ഇവർ അവസരം ഇല്ലാതാക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ബാബുവേട്ടനൊക്കെ എന്റെ അറിവില് ഞാൻ വല്ലപ്പോഴും ബാബുവേട്ടനെ വിളിച്ചിട്ട് ബാബുവേട്ട നമ്മളൊരു പടം ഉണ്ട്, പരിപാടി ഉണ്ടെന്നുണ്ട് ബാബുവേട്ടൻ ഞാൻ വിളിച്ചിട്ട് നമ്മുടെ സിനിമകളിലൊക്കെ ഭാഗമാക്കാറുണ്ട്. അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ അവസരം ഇല്ലാതാക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നുവെച്ചാൽ പവർ ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റീസ് എന്താണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷെ എന്തൊക്കെയാണ് ഇവര് ചെയ്യുന്നത്? അവസരം ഇല്ലാതാക്കലായിരിക്കുമല്ലോ പ്രധാനമായി ചെയ്യുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന ഞാനാ. അപ്പൊ ഞാനായിരിക്കണമല്ലോ. അപ്പൊ അതെ, അങ്ങനെ നോക്കുമ്പോ ഞാനായിരിക്കണം അവസരം ഇല്ലാതാക്കുന്ന ഒരാൾ. അപ്പൊ ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാണ്. കാരണം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും സത്യാവസ്ഥയുണ്ട്. അവര് അനുഭവിച്ച ദുരനുഭവങ്ങളൊക്കെ തന്നെയായിരിക്കും അതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ചില കാര്യങ്ങളോട് നമുക്ക് കേട്ട കാര്യങ്ങളോട് നമുക്ക് യോജിപ്പുള്ള കാര്യങ്ങളൊന്നായിരുന്നു ഈ പവർ ഗ്രൂപ്പ്. കാരണം എന്റെ അറിവിൽ അങ്ങനെ ഒരു ഗ്രൂപ്പോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫേവറേറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പം ഒരു സമയത്ത് വിനീത് ശ്രീനിവാസിന്റെ ഗ്രൂപ്പ്, ആഷിക്ക ഒരു ഗ്യാങ്, അങ്ങനെ ഒരു ഫേവറേറ്റിസം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും. അതല്ലാതെ അതിന്റെ മുകളിൽ ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സാധനമൊന്നും ഇത്രയും കാലം എന്റെ എനിക്ക് മനസ്സിലായ സംഭവം എന്ന് വെച്ചാൽ ഈ പവർ ഗ്രൂപ്പിൽ ചിലപ്പോ നമ്മളും ഉണ്ടാവാം. നമ്മൾ പോലും അറിയാതെ ചിലപ്പോ നമ്മൾ മറ്റുള്ളവരെ ഇപ്പൊ ഞാൻ ധ്യാനം ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഞാൻ പടം ചെയ്യുമ്പോ ധ്യാനം മതി, അപ്പൊ അവിടെ വേറെ ഒരാളുടെ അവസരം പോകും. അപ്പൊ നമ്മൾ പരമാവധി എന്താന്ന് വെച്ചാല് കൺസിഡർ ചെയ്യുക എല്ലാവരും. അത്രേ ഉള്ളൂ. അതിനപ്പുറം അതിനൊരു ഗ്രൂപ്പിസം എന്നൊക്കെ നമ്മൾ ആദ്യമേ പറയുമല്ലോ. ബെൽറ്റ്, ട്രിവാൻഡ്രം ബെൽറ്റ്, കൊച്ചി ബെൽറ്റ്, മറ്റേ ബെൽറ്റ് എന്നൊക്കെ പറയണ പോലെ ഇഷ്ടമുള്ള ആൾക്കാർ. ഇപ്പൊ നെപ്പോ കിഡ്സിനെ വെച്ചിട്ടാണ് ഏട്ടൻ വർഷങ്ങൾക്ക് ശേഷം ചെയ്തത്. എന്നുവെച്ചാൽ എല്ലാ മക്കളും ബിബിൻ ജോർജിനെയൊക്കെ വിളിക്കായിരുന്നു ധ്യാന്റെ ക്യാരക്ടർ ചെയ്യാൻ. അതിന്റെ അച്ഛന്റെ പേര് ഇല്ലല്ലോ, നീ കൂട്ടാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ആ രീതിയിൽ വിനീത് ശ്രീനിവാസൻ പവർ ഗ്രൂപ്പിൽ അങ്ങനെയല്ലേ അങ്ങനെ പറഞ്ഞു വരുമ്പോ അല്ലേ വെച്ചാൽ പുള്ളിയുടെ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ഗ്രൂപ്പിസ് എന്നും ഉണ്ടല്ലോ, എന്നും നിലനിൽക്കുന്ന എന്നാണ്. പക്ഷെ എനിക്ക് അപ്പോഴും മനസ്സിലാവാതെ പോയ ഒരു ടേം ഈ പവർ ഗ്രൂപ്പാണ്. എന്താണ് പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഇതുകൊണ്ട് അവർ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അത് എനിക്ക് തോന്നുന്നു അവിടെ തന്നെയുള്ള പലരും പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നും. ഞാന് ഒരു പ്രാവശ്യം രാജിവെച്ചാണ് വീണ്ടും രാജിവെപ്പിക്കല്ലേ കമ്മിറ്റിയിലുണ്ടായിരുന്നല്ലേ? അതെ, നല്ലല്ലേ? കേട്ടു. അല്ല, ആദ്യം കംപ്ലൈന്റ് കൊടുക്കേണ്ടത് മാനനഷ്ടത്തിന്റെ ആ സ്ത്രീക്കെതിരെയാണ് കംപ്ലൈന്റ് കൊടുക്കേണ്ടത്. കാരണം അത്രയും ഇങ്ങനൊരു നിൽക്കുന്ന ഒരാളെ പറ്റി ഇങ്ങനൊരു അലിഗേഷൻ പറയുമ്പോൾ അവര് പറഞ്ഞത് തുടക്കം മുതലേ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യമാണല്ലോ അവർ പറഞ്ഞത്. അതിനകത്ത് യാതൊരു അടിസ്ഥാനമില്ലെന്ന് അത് കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. അപ്പൊ പിന്നെ
പിന്നെ അതിന് ഇതായിട്ട് അനുബന്ധിച്ച് ചേട്ടൻ വന്നിട്ട് ആ ഡേറ്റിൽ നമ്മുടെ അവിടെ വർഷങ്ങൾക്ക് ശേഷം സിനിമയിലായിരുന്നു നിവിൻ ആ സമയത്ത് 14-15 തീയതികൾ. അപ്പം അതില് ഒരു കാരണം ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും മോശം അനുഭവം ഉണ്ടായുള്ള സ്ത്രീകളെ ഒക്കെ വരുമ്പോ ഇവരെ പോലത്തെ ആൾക്കാർ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു നമ്മൾ ഏത് വിശ്വസിക്കണം, ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറയുന്ന പോലത്തെ കുറെ എല്ലാവരും ശരിയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും ആൾക്കാർക്കും എല്ലാവർക്കും. കാരണം ഇന്ന് ഏതെങ്കിലും ഒരു കുട്ടി എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഉടനെ കേസ് എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ആര് പറഞ്ഞാലും നെക്സ്റ്റ് സെക്കൻഡ് പ്രതിയാക്കുകയാണ്. അപ്പം അതോടൊപ്പം തന്നെ ഇതിനൊക്കെ കൃത്യമായ തെളിവില്ലെങ്കിൽ ഇതൊന്നും നിലനിൽക്കില്ല. അപ്പം ഇതിനോടൊപ്പം തന്നെ സോളിഡ് ആയിട്ടുള്ള എവിഡൻസും ഉണ്ടാവണം ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അത് എനിക്ക് തോന്നുന്നു ഇവന്റെ എനിക്ക് തോന്നുന്നു അത് അങ്ങനെ തള്ളിപ്പോയി. അത് കൃത്യമായിട്ട് ആൾക്കാർക്കും കേൾക്കുന്നവർക്കും എനിക്ക് തോന്നുന്നു പോലീസുകാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവണം ഇതിനോടകം. ആ അതിനപ്പുറം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും റഹ്മാനിക്ക് ഇത്രയും ബ്രേക്ക് എടുത്താണോ എനിക്ക് ചോദിക്കണം. ഇത്രയും ഗ്യാപ്പ് എടുത്തതാണോ മലയാള സിനിമ, അല്ലെങ്കിൽ ആണല്ലേ മനഃപൂർവ്വം എടുത്ത ഗ്യാപ്പാണല്ലേ? കാരണം ഇക്ക ഹ്യൂമർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കുറച്ച് കാലത്തിന് ശേഷം ഹ്യൂമർ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇക്ക ഹ്യൂമർ ചെയ്യുന്നത് കാണാൻ അല്ലെങ്കിൽ അത് കാണാൻ വേറൊരു അഴകുണ്ടായിരുന്നു അല്ലേ? അതിന്റെ ഒരു സാധനം ഇതിനകത്ത് കാണും എന്തായാലും ഡെഫിനറ്റ് ആയിട്ടും. പിന്നെ ഏറ്റവും നമ്മൾ ഇതാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ട്രെയിലർ കണ്ട ആൾക്കാരൊക്കെ പറയുന്നത് വെച്ചാൽ മമ്മൂക്കയാണ്. അപ്പോ ഏജന്റ് റിവേഴ്സ് ഗിയർ എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് എടുത്തു പറയാവുന്ന ഇത്രയും സുന്ദരനായ നായകൻ എന്താ പറയണ്ടേ മമ്മൂക്കയ്ക്ക് ശേഷം അല്ലെങ്കിൽ മമ്മൂക്കയോടൊപ്പം തന്നെ നമ്മള് സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് പല സീക്വൻസിലും ട്രെയിലറെ കണ്ടപ്പോൾ മമ്മൂക്കനെ ഓർമ്മ വന്നു. അല്ല മമ്മൂക്കനെ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു പ്രസൻസും അല്ലെങ്കിൽ ഇമ്പാക്ട് നമുക്ക് പല ട്രെയിലറിന്റെ പല മൊമെന്റിലും. കാരണം ഞാൻ ഉള്ള സീനുകളിലൊക്കെ അല്ലാതെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ശരിക്കും മമ്മൂക്കനെ സ്ക്രീനിൽ കാണുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇല്ല ഞാൻ ഒന്ന് 4-5 ദിവസമേ ഉള്ളൂ ഞാൻ. പിന്നെ ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് സ്വാഭാവിക ക്ലാഷ് ഉണ്ട്. നമ്മള് കഴിഞ്ഞ വിഷു നമ്മൾ തൂക്കിയില്ല. അതുകൊണ്ട് ഈ ഓണം നമ്മൾ തൂക്കില്ലല്ലോ, അത് വിട്ടു. എല്ലാ തവണ നമ്മൾ വിട്ടുകൊടുക്കില്ല. കാരണം കഴിഞ്ഞ തവണ പരിപാടി നമ്മള് കുറച്ച് നാടകവും നമ്മള് കുറച്ച് ഇമോഷണൽ സൈഡായിരുന്നു. പക്ഷെ ഇത്തവണ നമ്മൾ അതല്ല. ഇത്തവണ നമ്മള് കട്ട കമേഴ്ഷ്യൽ ഇതാണ്. അതിന്റെ കൂടെ നാടകവും ത്രില്ലറൊന്നും വരണ്ട, അതൊക്കെ സൈഡായിക്കോളും കുറച്ച് 3 ദിവസം കഴിയും. എനിക്ക് അല്ല പക്ഷെ അപ്പോഴും ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ കൂടെയുള്ള പടങ്ങള് ഒന്ന് അടുത്ത സുഹൃത്തായ ലിസ്റ്റിൻ സ്റ്റീഫിന്റെ പടം, ആ വീക്കെൻഡിന്റെ അടുത്ത പടത്തില് ഞാനാണ് നായകൻ. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ സിനിമ മാത്രമല്ല ARM, കിഷ്കിന്ദാകാന്ഡം, അതോടൊപ്പം തന്നെ കൊണ്ടൽ, ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ്, മാധവന്റെ ഫസ്റ്റ് പടം, ഡെബ്യൂ പടം. അതുകൊണ്ട് എടുത്ത് പറയണം, നിങ്ങളൊക്കെ പറയണം. അതിന് സുരേഷങ്ങളുടെ മകന്റെ ഫസ്റ്റ് പടമാണ് കുമ്മാട്ടിക്കളി. ഇത്രയും സിനിമകളുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി ഫെസ്റ്റിവൽ ആകുമ്പോൾ എല്ലാ സിനിമകൾക്കും സ്പേസ് ഉണ്ട്, എല്ലാ സിനിമകൾക്കും അതിൻ്റെതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട്. കാരണം നമ്മളൊക്കെ ഒരു കാലത്ത് ഒരു സിനിമ കഴിഞ്ഞാൽ ഓണത്തിനൊക്കെ ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമയ്ക്ക് പോയി 2-3 സിനിമകൾ കണ്ടിരുന്ന സമയമുണ്ട്. അപ്പം അതേപോലൊരു ഈ ഹേമപ്രശ്നങ്ങളൊക്കെ ഒന്ന് തണുത്ത് നിൽപ്പുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഓണക്കാലം അത് സിനിമയ്ക്ക് എല്ലാ രീതിയിലും ഗുണം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ സിനിമകളും ഓടട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ക്യാരക്ടറൊന്നും പിടിക്കാറില്ല, അറിയില്ല. ഞാൻ തലേദിവസം വന്ന് വേറെ പടത്തിന് വന്നിട്ട് അങ്ങനെ വന്നിട്ട് അടുത്ത പടം ചെയ്ത് പോകുന്ന ആളല്ലേ. അവർക്ക് പറയുന്ന സാധനം ചെയ്യാൻ പോവാന്നല്ലാതെ നമ്മള് പിന്നെ സാരം ഉണ്ടായിരുന്നു ഇവിടെ. കൃത്യമായിട്ട് അവൻ എഴുതി വെച്ച എന്താണെന്നുള്ളത് അവൻ കൃത്യമായിട്ട് കാണിച്ച് പറഞ്ഞു തരുമായിരുന്നു. നമുക്ക് എളുപ്പമായിരുന്നു. അതുകൊണ്ട് അതൊക്കെ ചോദ്യ കാസ്റ്റ് ചെയ്യാൻ ഇക്ക ചെയ്യുമെന്ന് ചോദിക്കുക. ഇക്ക മലയാളം വിട്ടു നിൽക്കുക. അപ്പോഴാ ഒടിഞ്ഞ കൈയാണ്. അപ്പോ
അല്ല അതാ നമ്മളൊക്കെ ഇവരുടെയൊക്കെ ഡേറ്റിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാരല്ലേ നമ്മള്. അതുകൊണ്ട് ഒക്കെ ചെയ്യാന്ന് ഇപ്പൊ വാക്ക് പറഞ്ഞപ്പോ എന്നെ പറഞ്ഞ സന്തോഷം. രഞ്ജന, ഈ ഇപ്പൊ ഓണത്തിന് ലാലട്ടനെക്കാട്ടി കൂടുതൽ ഈ ഓണത്തിനകത്ത് എക്സ്പ്ലോർ ചെയ്തത് ആക്ടിവിറ്റീസിനകത്ത് ലാലേട്ടനെ മൈജിക്ക് എന്നെ വിളിച്ചിരുന്നു, എനിക്ക് ഡേറ്റിൽ പോകാൻ പറ്റില്ല. നീരജ് ചെയ്തു. നീരജ് ചെയ്തല്ല, മൈജിക്ക് വിളിച്ച സമയത്ത് ബേസിലും ഞാനായിരുന്നു. ഞാൻ ആ തിരിയുടെ മലയാളിക്ക് പറഞ്ഞ എടാ അവര് പറയുന്ന പൈസക്ക് പോവാ, പറയുന്ന പൈസക്ക് പോവാ. അവരപ്പോ ലാലേട്ടനേക്കാളും പൈസ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ലാലേട്ടന് പോലും ഇത്രയും പൈസ ഇല്ല മോനെ, വേണമെങ്കിൽ വന്ന് ചെയ്താൽ മതി എന്ന് അവര് പറഞ്ഞു മൈജിക്കാര്. അങ്ങനെ അത് പോയി. പുതിയൊരു ടൈം തുറന്നോ? ഞാൻ ഡിജിറ്റൽ അല്ലടാ, ഞാൻ മെയിൻ ഇതിലോട്ട് ടിവിയിലോട്ട് വരാറില്ല. പ്ലസ് പരസ്യം, ഇനോഗ്രേഷൻ കട്ട് ചെയ്ത് കണ്ടിട്ടില്ല. ഇത് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് വേദന എടുക്കും. അതെ 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 അതെ. ഇതൊക്കെ പിടിച്ച സിനിമ ഇല്ലാതെ ആയിപ്പോയാലോ? എന്തിനാ ഇപ്പൊ ഉള്ളത് പോലെ കോട്ടയന്നേ, അതല്ലേ നല്ലത് അല്ലേ? അത് ഇവിടുത്തെ നമ്മുടെ ഇതിനകത്ത് മാറിപ്പോകും. കൈയൊടിഞ്ഞൊന്നുമില്ല. ലുക്മാൻ ഒരു പടം ഹർഷദ് എന്റെ ഉണ്ടയുടെ ഒക്കെ പുള്ളിയുടെ പടത്തിന്റെ ഷൂട്ടിനിടയിൽ ഒന്ന് ചവിട്ടിയപ്പോ തെറിച്ചു പോയി, റിസ്റ്റ് ഒന്ന് പൊട്ടി, സർജറി കഴിഞ്ഞ് പ്ലേറ്റ് ഇട്ടു കഴിഞ്ഞു. ഏതാ സോഫി ചേച്ചിയുടെ പടം ചെറിയൊരു ആക്ഷൻ ഉണ്ട്. പിന്നെ അതിനെ ഫോളോ ചെയ്യുന്ന 1-2 പടങ്ങളൊക്കെ ചെറുങ്ങനെ. ഏതാ പൈസ? ഇൻകം ടാക്സിലാണോ ഇവൻ? എടാ അതൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ. എന്തിനാ ഇപ്പൊ അതൊക്കെ അറിഞ്ഞിട്ട് ഇപ്പൊ ഇതൊക്കെ ഞാൻ ഇവിടെ വന്ന് പറയണോ? കയ്യിൽ വെച്ചാ. ചോദ്യങ്ങൾ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അപ്പോ നാളെ സെപ്റ്റംബർ 13-ാം തീയതി ബാഡ് ബോയ്സ് റിലീസാകുന്നു. അബാ മൂവീസ് അമർ ലുലുവിന്റെ ഒരു ഫൺ ഫിലിം. സോ നിങ്ങളെല്ലാവരും സിനിമ കാണുക, പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും എൻ്റെ